ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് പുളിങ്കറി ഓർ പുളിശ്ശേരി നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ വെള്ളരി എടുത്ത് നമ്മൾ കുക്കറിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിന് തേങ്ങയും പച്ചമുളകും ജീരകവും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അരച്ച് പേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളരിയുടെ കൂടെ നന്നായിട്ട് ഇതിനെ തിളക്കാൻ വിടണം. നന്നായി തിളച്ച് വെന്ത് വരട്ടെ. നമ്മുടെ സാധനം എന്നാലേ സെറ്റ് ആവത്തുള്ളൂ. ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മെയിനായിട്ടുള്ള സാധനം തൈര് നമുക്ക് ആഡ് ചെയ്യാൻ. ഉപ്പിടാൻ നിങ്ങൾ മറക്കരുത്. ഉപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തൈര് എടുത്തിട്ട് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരിട്ടതിന് ശേഷം തിളക്കാൻ അനുവദിക്കരുത്. ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറവ് വയ്ക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ, ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെയാണ്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അങ്ങ് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ആദ്യം ഈ പുളിങ്കറി എന്ന് പറയുന്ന സാധനം കണ്ടുകൂടാ. എനിക്ക് ഇഷ്ടമല്ല. ഈ സാധനമാണ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്നേ ഇല്ലേനും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് ഈ സാധനത്തിനോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. സംഭവം എനിക്കെന്തോ ഇപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറവ് വയ്ക്കുന്ന സംഭവമൊക്കെ ആയി കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇളക്കണം എന്നില്ല, വേണമെങ്കിൽ ഇളക്കാം. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ ചോറ് അങ്ങോട്ട് വിളമ്പുക, ഈ കറി അങ്ങോട്ട് ഒഴിക്കുക, തിന്നുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ബൈ.